നമസ്കാരം. എസ് സുനിൽ എന്ന് പറഞ്ഞാൽ അധികം പേർക്കും അറിയില്ല. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ മിക്കവരും തിരിച്ചറിയും. പൾസർ സുനി. പെരുമ്പാവൂർ കോടനാട് സ്വദേശിയാണ് സുനി. സുനിൽകുമാർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പൾസർ ബൈക്ക് മോഷ്ടിച്ചതോടെയാണ് പൾസർ സുനി എന്ന പേര് വീണത്. പൾസർ ബൈക്കുകളോടുള്ള കമ്പം കാരണം സുഹൃത്തുക്കളാണ് സുനിലിന് പൾസർ സുനി എന്ന പേര് നൽകിയതെന്ന് മറ്റൊരു കഥയുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസ് പൾസറിന്റെ പേരിലുള്ള ആദ്യ കേസൊന്നും ആയിരുന്നില്ല. ബൈക്ക് മോഷണം മുതൽ അന്തർജില്ലാ വാഹന കവർച്ച സംഘത്തിന്റെ തലവൻ എന്ന നിലയിലേക്ക് ഇയാൾ വളർന്നു. സുനിക്ക് കുടുംബവുമായി ബന്ധമില്ലെന്നും സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന് പോലും ഇയാൾ എത്തിയില്ലെന്നുമാണ് പിതാവ് സുരേന്ദ്രൻ ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നത്. നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ റൗഡി ലിസ്റ്റിൽ സുനി ഇടം പിടിച്ചിരുന്നു. ബൈക്കുകളും മറ്റും വാഹനങ്ങളും മോഷ്ടിക്കുന്ന സംഘത്തിന്റെ തലവനായിരുന്നു. ലഹരി വിൽപ്പന കേസിൽ 6 മാസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിച്ച് യാത്രക്കാരിൽ നിന്നും പണം കവർന്ന കേസും ഇയാൾക്കെതിരെയുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള ചില അനാശാസ്യ ഇടപാടുകളിൽ സുനിക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിച്ചിരുന്നു. സിനിമാക്കാർക്കിടയിൽ സുപരിചിതനായിരുന്നു സുനി. പ്രമുഖ താരങ്ങളായ മുകേഷ്, കാവ്യമാധവൻ എന്നിവരുടെ ഡ്രൈവറായും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ ട്രാവലറുകളിലെ ഡ്രൈവറായും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. 2013 സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കി മുകേഷ് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നതായി മൊഴി നൽകിയിരുന്നു. സിനിമാ സെറ്റുകളിൽ സൗമ്യനായ ഡ്രൈവർ എന്ന പ്രതിച്ഛായായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. കേസിന്റെ എഫ്ഐആർ റിപ്പോർട്ട് പ്രകാരം പൾസർ സുനി നടിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആക്രമണ സമയത്ത് സുനി ഉപയോഗിച്ച വാക്കുകളും ഭീഷണികളും ഇയാളെക്കുറിച്ചുള്ള ചിത്രം നൽകും. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ ശേഷം സുനി ഭീഷണിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: 2-3 മിനിറ്റുള്ള വീഡിയോയ്ക്ക് വേണ്ടി സഹകരിക്കുകയാണെങ്കിൽ നീ പറയുന്നിടത്ത് നിന്നെ കൊണ്ടുവിടാം, സഹകരിച്ചില്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന സൂചനയോടെയായിരുന്നു ഈ ബ്ലാക്ക് മെയിലിംഗ്. നടിയെ എതിർപ്പ് തുടർന്നപ്പോൾ അവരെ കൂടുതൽ ആളുകളുടെ കൈകളിൽ എത്തിക്കുമെന്നും സുനി ഭീഷണിപ്പെടുത്തി. നടിയെ വിട്ടയക്കില്ലെന്നും പകരം ഡി റിട്രീറ്റിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ കൂടുതൽ ആളുകൾ കാത്തിരിപ്പുണ്ടെന്നും സുനി പറഞ്ഞു. ഇതിലൂടെ നടിയെ കൂടുതൽ മാനസികമായി തകർക്കാനും തങ്ങൾ പറയുന്നതിന് വഴങ്ങാനും സുനി ശ്രമിച്ചു. 2017 ഫെബ്രുവരി 17-ന് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്ന നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് ദൃശ്യങ്ങൾ പകർത്തിയതാണ് സുനിയുടെ പേരിലുള്ള പ്രധാന കുറ്റം. ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി ഡ്രൈവർ മാർട്ടിനെ ഉപയോഗിച്ച് നടിയുടെ യാത്രയുടെ ഓരോ ഘട്ടവും സുനി നിരീക്ഷിച്ചിരുന്നു. യാത്രക്കിടയിൽ നടിയുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ വഴികളും അടയ്ക്കുകയും ചെയ്തു. തങ്ങൾക്കൊപ്പം സഹകരിക്കുക മാത്രമാണ് ഏക രക്ഷയെന്ന് വരുത്തി തീർക്കാനായിരുന്നു സുനിയുടെ ശ്രമം. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പൾസർ സുനി തന്റെ ക്രിമിനൽ സ്വഭാവം തുടർന്നു. 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഓർഡർ വൈകിയതിന്റെ പേരിൽ ഗ്ലാസ് തകർക്കുകയും ജീവനക്കാരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 351(2) പ്രകാരം വീണ്ടും കേസെടുത്തു. നടിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് സുനി പല വഴികളിലൂടെ അവർക്ക് പിന്നാലെ കൂടി. നടിയുടെ ലൊക്കേഷനുകളിൽ ഡ്രൈവറായി എത്തിയെങ്കിലും ആദ്യം അവസരം ലഭിച്ചിരുന്നില്ല. നടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്താൻ ഇതിനു മുമ്പ് 2 തവണ ശ്രമം നടത്തിയിരുന്നതായി വെളിപ്പെട്ടു. പിന്നീട് നടിക്ക് അന്യഭാഷാ സിനിമകളിൽ അവസരം വന്നതോടെ സുനിൽകുമാർ ഈ ശ്രമം ഉപേക്ഷിച്ചു. ഇതിനിടയിലാണ് മലയാള സിനിമയിൽ അഭിനയിക്കാൻ നടി വീണ്ടും എത്തുന്നത്. സിനിമാ സെറ്റിൽ അമിത വിധേയത്വം കാണിച്ച് നടിയോട് അടുക്കാൻ പ്രതി ശ്രമിച്ചു. 2017 ജനുവരിയിൽ ഷൂട്ടിങ്ങിനായി ഗോവയിലെത്തിയപ്പോൾ സുനിൽകുമാർ അവിടെ ഡ്രൈവറായി ജോലിക്കുണ്ടായിരുന്നു. എയർപോർട്ടിൽ എത്തിയ നടിയെ ഹോട്ടലിൽ എത്തിച്ചത് സുനി ഓടിച്ച കാറിലാണ്. ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടി നേരെ നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ലാലിന്റെ കൈകളിലേക്ക് തളർന്നു വീണ നടി സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ലാൽ ഉടൻ തന്നെ PT തോമസ് MLA-യും നിർമ്മാതാവ് ആൻഡോ ജോസഫിനെയും വിവരം അറിയിച്ചു. അവർ പരാതി നൽകാൻ നിർദ്ദേശിച്ചു. PT തോമസിന്റെ ഇടപെടലാണ് പോലീസിനെ കർക്കശവും ജാഗ്രതയോടെയുള്ള ഇടപെടലിന് കാരണമായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുനിയെ പിടികൂടാൻ പോലീസ് വലിയ വല വിരിച്ചു. ഒടുവിൽ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോൾ കോടതി മുറിക്കുള്ളിൽ വെച്ച് പോലീസ് സാഹസികമായിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ കീഴടങ്ങാൻ എത്തിയ സുനിയുടെ അറസ്റ്റും നാടകീയമായിരുന്നു. കോടതി സമുച്ചയത്തിന്റെ മതിൽ ചാടിക്കടന്ന് കോടതി മുറിക്കുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഉച്ചഭക്ഷണ സമയമായതിനാൽ ജഡ്ജി ഉണ്ടായിരുന്നില്ല. ഈ സമയം പ്രയോജനപ്പെടുത്തിയ സെൻട്രൽ CI അനന്തലാലും സംഘവും സുനിയെ സാഹസികമായി കീഴ്പ്പെടുത്തി. അന്ന് കോടതിയിലെത്തിയതും തന്റെ ഇഷ്ടവാഹനമായ പൾസർ ബൈക്കിലായിരുന്നു എന്നത് മറ്റൊരു യാദൃശ്ചികത.